+1 ഹിസ്റ്ററിയുടെ ആൻസർ കീയാണ്. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു, എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ എഴുതണം, ക്വസ്റ്റ്യൻ കോഡ് എഴുതാണ്ടാവും, അത് എഴുതണം. അതേപോലെ എസ്സേക്ക് ചിലർ ഹെഡിങ് എഴുതുന്നില്ല. ഹെഡിങ് എഴുതുന്നത് നല്ലതാണ്. ചിലരിങ്ങനെ നമ്മുടെ കമൻറ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ കോഡ് എഴുതിയിട്ടില്ല, ഹെഡിങ് എഴുതുന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ നമ്പർ മാറിയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യരുത്, ശ്രദ്ധിക്കണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോവിങ് ആണ്, കോപ്പർനിക്കസുമായി ബന്ധപ്പെട്ടതാണ്. ദി റെവല്യൂഷനിബസ്, കെപ്ലർ, കോസ്മോഗ്രാഫിക്കൽ മിസ്റ്ററി, ഗലീലിയ ഗലീലി, ദി മോഷൻ, ലോറൻസ വാല, ഓൺ പ്ലഷർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ്? ചാൾസ് ഡാർവിനാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഹോമോ ഹാബിലിസ് എന്ന പദം അർത്ഥമാക്കുന്നത് ടൂൾ മേക്കർ എന്നാണ്, ഉപകരണ നിർമ്മാതാവ് എന്നാണ്. ഹോമോ ഹാബിലിസ് എന്ന പദം അർത്ഥമാക്കുന്നത് ഉപകരണ നിർമ്മാതാവ് എന്നാണ്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നദിയാണ് യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് നദിയാണ് മെസൊപ്പൊട്ടേമിയയുമായി ബന്ധപ്പെട്ട നദികൾ. മെസൊപ്പൊട്ടേമിയ മീൻസ് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമെന്നാണ്. മെസൊപ്പൊട്ടേമിയയിലെ രാജകീയ തലസ്ഥാനം ഏത്? മാരിയാണ്. മാരി എന്നതാണ് ഇവിടുത്തെ രാജകീയ തലസ്ഥാനം. പ്രിൻസിപ്പേറ്റ് സ്ഥാപിച്ചത് അഗസ്റ്റസ് ആണ്. അബ്ബാസികളുടെ തലസ്ഥാനം ബഗ്ദാദാണ്. ഉമയ്യദുകളുടെ തലസ്ഥാനമോ ഡമസ്കസ് ആണ്. അബ്ബാസിയാക്കളുടെ തലസ്ഥാനം ബഗ്ദാദാണ്. അടുത്ത ചോദ്യം കാലഗണന ക്രമത്തിൽ എഴുതാനാണ്. ഒന്നാമത്തത് 1 കറുപ്പ് യുദ്ധം, 2 ജപ്പാനിൽ മാത്യു പെറിയുടെ ആഗമനം, 3 സന്യാസൻ ചൈനയിലൊരു റിപ്പബ്ലിക് സ്ഥാപിച്ചു, 4 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം. 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണിത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്, സ്ഥലങ്ങൾ അടയാളപ്പെടുത്താനുള്ളതാണ്, മാപ്പ് ചോദ്യമാണ് അല്ലേ. ഒന്നാമത്തെ സിറിയയുടെ സ്ഥാനം നോക്കുക. ഇതിൽ ചിലപ്പോൾ സിറിയ ആയിരിക്കും ചിലർക്ക് തെറ്റിയിട്ടുണ്ടാവുക. 2 സഹാറ മരുഭൂമി, 3 കോൺസ്റ്റാന്റിനോപ്പിൾ, തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിൾ, 4 ഡാന്യൂബ് നദി. ഇതൊക്കെയാണ് അടയാളപ്പെടുത്താനുള്ളത്. നിങ്ങളുടെ ശരിയാണോ? ഈ മാപ്പ് അടയാളപ്പെടുത്തിയത് ശരിയാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. എത്രണ്ണം ശരിയായെന്ന് കമൻറ്റ് ചെയ്യേ. 10ാമത്തെ ചോദ്യം 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട 2 കാഴ്ചപ്പാടുകളുടെ പേരെഴുതുക. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. മനുഷ്യൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട 2 കാഴ്ചപ്പാടുകളാണ് പ്രാദേശിക തുടർച്ച മാതൃക, ഏകോൽപത്തി മാതൃക. ഏതൊക്കെയാ? പ്രാദേശിക തുടർച്ച മാതൃക, ഏകോൽപത്തി മാതൃക. അടുത്ത ചോദ്യം ക്യൂണിഫോം ലിപിയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ സൂചിപ്പിക്കാനാണ്. ആദ്യത്തെ പോയിന്റ് എഴുതിക്കോ, നിങ്ങൾക്കറിയാവുന്നൊരു പോയിൻ്റാണ്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൻ്റെ ലിപിയാണ് എന്ന് എഴുതിയാൽ തന്നെ ഒരു പോയിൻ്റായി. അടുത്തത് ഈ ലിപി, ക്യൂണിഫോം ലിപി ആപ്പിൻ്റെ ആകൃതിയാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ 2 മാർക്കായി. ഇനി ക്യൂനസ് ഫോർമ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ക്യൂണിഫോം എന്ന വാക്കുണ്ടായത്. ക്യൂനസ് എന്നാൽ ആപ്പ് എന്നും ഫോർമ എന്നാൽ ആകൃതി എന്നുമാണ് അർത്ഥം. ക്യൂണിഫോം അക്ഷരത്തിന് ആപ്പിൻ്റെ ആകൃതിയാണുള്ളത്. ഇതൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ. അടുത്ത ചോദ്യം കാൽമേക്കാക്കും ടെപ്പോച്ച് കല്ലിയും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ്. ആസ്റ്റക് സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പദങ്ങളാണ് കാൽമേക്കാക്ക്, ടെപ്പോച്ച് കല്ലി. കാൽമേക്കാക്ക് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയമാണ്. ടെപ്പോച്ച് കല്ലി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ പഠിക്കുന്ന സ്കൂള്. കാൽമേക്കാക്ക് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന സ്ഥാപനമാണ്, സ്കൂളാണ്. ഇതിനാണ് കാൽമേക്കാക്ക് എന്ന് പറയുക. ഇവിടെ പഠിച്ചിരുന്നത് സൈനിക നേതാക്കന്മാരും മത നേതാക്കന്മാരും ആകാനുള്ള പരിശീലനമായിരുന്നു ഇവിടെ നിന്ന് ലഭിച്ചിരുന്നത്. സാധാരണക്കാർ പഠിച്ചിരുന്ന വിദ്യാലയമാണ് ടെപ്പോ കല്ലി.
ഇവിടെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ചരിത്രം, മിത്തുകൾ, ആചാരപരമായ ഗാനങ്ങൾ എന്നിവയാണ് വിദ്യാർത്ഥികൾ ഈ വിദ്യാലയത്തിൽ നിന്ന് അഭ്യസിച്ചത്. ആൺകുട്ടികൾക്ക് സൈനിക പരിശീലനവും കാർഷിക പരിശീലനവും ലഭിച്ചിരുന്നു. കൂടാതെ വിവിധ തൊഴിലുകൾക്ക് അവർക്ക് പരിശീലനം സിദ്ധിച്ചിരുന്നു. പെൺകുട്ടികൾക്ക് വിദ്യ അഭ്യസിച്ചിരുന്നു ഇവിടെ. പക്ഷേ പെൺകുട്ടികളെ പഠിപ്പിച്ചിരുന്നത് വീട്ടുജോലികൾ ചെയ്യുന്നതിനുള്ള പരിശീലനമാണ് പെൺകുട്ടികൾക്ക് നൽകിയിരുന്നത്. ക്ലിയർ അല്ലേ? കാൽമേക്കാക്ക് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാലയം. ടെപ്പോച്ച് കല്ലി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ പഠിച്ചിരുന്ന വിദ്യാലയം. 13ാമത്തെ ചോദ്യം യാം എന്തെന്ന് നിർവചിക്കാനാണ്. എന്താണ് യാം? ചെങ്കിസ് ഖാൻ്റെ കൊറിയർ സമ്പ്രദായത്തിനാണ് യാം എന്ന് പറയുക. ആദ്യത്തെ പോയിൻ്റായി. അപ്പോൾ ചെങ്കിസ് ഖാൻ്റെ കൊറിയർ സമ്പ്രദായത്തെയാണ് യാം എന്നറിയപ്പെടുന്നത്. തപാൽ ഓഫീസുകൾ, കാവൽപ്പുരകൾ, സന്ദേശവാഹകർ, കുതിരകൾ തുടങ്ങിയവ ഇതിൻ്റെ ഭാഗമായിരുന്നു. കുതിരകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇദ്ദേഹം ഈ കൊറിയർ സംവിധാനം നടപ്പിലാക്കിയിരുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ 2 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ചെങ്കിസ് ഖാൻ്റേതാണ് ഈ യാം എന്ന സംവിധാനം. ഇതൊരു കൊറിയർ സമ്പ്രദായമാണ് എന്ന് എഴുതിയാൽ തന്നെ മാർക്ക് ലഭിക്കും. പ്രൊട്ടസ്റ്റന്റ് മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ 2 നേതാക്കന്മാരുടെ പേരെഴുതാനാണ് അടുത്ത ചോദ്യം. ജോൺ കാൽവിൻ, ആൾറിച്ച് സിംഗി. ഇവരാണ് പ്രൊട്ടസ്റ്റന്റ് മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ. ഇനി മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ജർമ്മനിയിലെ മാർട്ടിൻ ലൂതർ. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരാണ് ജോൺ കാൽവിൻ, ആൾറിച്ച് സിംഗി. 15ാമത്തെ ചോദ്യം ഫ്യൂഡലിസം എന്നാൽ എന്ത്? ഫ്യൂഡ് എന്ന പദത്തിനർത്ഥം ഒരു തുണ്ടുഭൂമി എന്നാണ്. മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ബന്ധങ്ങളെയാണ് ഫ്യൂഡലിസം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഫ്യൂഡലിസം എന്നാൽ എന്താണ്? മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ ബന്ധങ്ങളെയാണ് ഫ്യൂഡലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 16ാമത്തെ ചോദ്യം അച്ചടിയുടെ ഏതെങ്കിലും 2 നേട്ടങ്ങൾ എഴുതുക. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗാണ്. ഈ അച്ചടി വിപ്ലവം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇറ്റലിയിലെ ഹ്യൂമനിസ്റ്റ് സംസ്കാരം അന്യദേശങ്ങളിലേക്ക് അതിവേഗം വ്യാപിക്കാൻ കാരണം ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളുടെ പ്രചാരണമാണ്. ഈ അച്ചടി എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പെർമനൻ്റ് റെക്കോർഡാണ്. അതേപോലെ അച്ചടി കണ്ടുപിടിച്ചതോടുകൂടി ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, എഴുത്തുകൾ വർദ്ധിച്ചു. ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതിയാൽ തന്നെ മാർക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് മെസൊപ്പൊട്ടേമിയയുടെ ഭൂമിശാസ്ത്രത്തിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ വ്യക്തമാക്കുക. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മെസൊപ്പൊട്ടേമിയ എല്ലാറ്റിനും പറ്റിയൊരു ഭൂമിയായിരുന്നതാണ്. കൃഷിക്ക് കൃഷി, കളികളെ മേക്കുകയാണെങ്കിൽ അത് എല്ലാറ്റിനും പറ്റിയൊരു ഭൂമിയാണ് മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. അവിടെ 2 നദികളുണ്ടായിരുന്നു, യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. ഈ നദികൾ എക്കൽ മണ്ണ് കൊണ്ടുവന്നു. ഈ എക്കൽ മണ്ണ് വളരെ ഫലപുഷ്ടമായിരുന്നു. കൂടാതെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികളിലെ ജലവും കൃഷിയെ സമ്പന്നമാക്കി. ഗോതമ്പ്, ബാർലി, പയർ വർഗ്ഗങ്ങൾ എന്നിവ ഇവർ കൃഷി ചെയ്തു. ഈ മെസൊപ്പൊട്ടേമിയയുടെ വടക്ക് ഭാഗത്ത് പുൽമേടുകളാണ്. ഈ പ്രദേശം കാലി വളർത്തലിന് അനുയോജ്യമാണ്. ഇതൊക്കെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. 18ാമത്തെ ചോദ്യം എന്താണ് ലോങ് മാർച്ചിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ്. 1934 കുമിന്താങ്ങുകളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി മാവോയും കൂട്ടരും തങ്ങളുടെ ആസ്ഥാനം ഉപേക്ഷിച്ച് 6000 മൈൽ അകലെയുള്ള യനാൻ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ചൈനീസ് ചരിത്രത്തിലെ ഇതിഹാസമായി മാറിയ ഈ സംഭവം ലോങ് മാർച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് എഴുതിയാൽ തന്നെ മാർക്ക് ലഭിക്കും. എന്താണ്? 1934 കുമിന്താങ്ങുകളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി മാവോയും കൂട്ടരും തങ്ങളുടെ ആസ്ഥാനം ഉപേക്ഷിച്ച് 6000 മൈൽ അകലെയുള്ള യനാൻ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ചൈനീസ് ചരിത്രത്തിലെ ഇതിഹാസമായി മാറിയ ഈ സംഭവം ലോങ് മാർച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ പാർട്ട്. താങ്ക് യു ഓൾ.